നമ്മളുടെ നെക്സ്റ്റ് ടോപ്പിക്ക് പോളി അനലിനാണ്. പോളി അനലിൻ എന്ന് പറയുന്നത് ഒരു കണ്ടക്റ്റിംഗ് പോളിമറാണ്. പോളി അനലിൻ എന്ന് പറയുന്നത് ഒരു പോപ്പുലർ ആയിട്ടുള്ള കണ്ടക്റ്റിംഗ് പോളിമറാണ്. എന്താണ് പോളി അനലിൻ്റെ പ്രത്യേകത? പോളി അനലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് എൻവയോൺമെൻറ്റൽ സ്റ്റെബിലിറ്റി ഉണ്ട്. നമ്മൾ പോളി ആസിറ്റിലിൻ പഠിച്ചായിരുന്നു, അതിന് എൻവയോൺമെൻറ്റൽ സ്റ്റെബിലിറ്റി ഇല്ല. എന്നാൽ പോളി അനലിൻ എങ്ങനെയാണ്? അതിന് എൻവയോൺമെൻറ്റൽ സ്റ്റെബിലിറ്റി ഉണ്ട്, അതുപോലെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉണ്ട്, പിന്നെ എന്താണ്, പ്രിപ്പറേഷൻ ഈസിയാണ്. സോ പോളി അനലിൻ്റെ പ്രത്യേകതകൾ എന്നൊക്കെയാണ്? എൻവയോൺമെൻറ്റൽ സ്റ്റെബിലിറ്റി ഉണ്ട്, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉണ്ട്, അതുപോലെ ഈസ് ഓഫ് പ്രിപ്പറേഷൻ. ഇത് മൂന്നുമാണ് പോളി അനലിൻ എന്ന് പറയുന്ന കണ്ടക്റ്റിംഗ് പോളിമറിൻ്റെ പ്രത്യേകതകൾ. പോളി അനലിൻ എന്ന് പറയുന്നതിന് ഡിഫറെൻറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്സിൽ എക്സിസ്റ്റ് ചെയ്യാൻ സാധിക്കും. പോളി അനലിന് ഡിഫറെൻറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്സിൽ എക്സിസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇതിനകത്ത് എമറാൾഡൈൻ സോൾട്ടാണ് കണ്ടക്റ്റിംഗ് എന്ന് പറയുന്നത്, ബാക്കി ഒന്നും കണ്ടക്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ പോളി അനലിന് ഡിഫറെൻറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്സിൽ എക്സിസ്റ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിലും കണ്ടക്റ്റ് ചെയ്യുന്നത് ഏത് മാത്രമേ ഉള്ളൂ? എമറാൾഡൈൻ സോൾട്ട് മാത്രമേ ഉള്ളൂ. നമ്മൾ പോളി അനലിനെ എമറാൾഡൈൻ സോൾട്ട് ആക്കാൻ വേണ്ടി ചെയ്യുന്ന ഡോപ്പിംഗ് ആണ് ഇനി പറയുന്നത്. അപ്പം പോളി അനലിനെ എമറാൾഡൈൻ സോൾട്ട് ആക്കാൻ വേണ്ടി പ്രോട്ടോണിക് ഡോപ്പിംഗ് ആണ് ചെയ്യുന്നത്. പോളി അനലിനെ എമറാൾഡൈൻ സോൾട്ട് ആക്കാൻ വേണ്ടി ചെയ്യുന്ന ഡോപ്പിംഗ് ഏതാണ്? അത് പ്രോട്ടോണിക് ഡോപ്പിംഗ് ആണ്. ഈ പ്രോട്ടോണിക് ഡോപ്പിംഗ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോളി അനലിനകത്തുള്ള ഇമൈൻ നൈട്രജൻ ആറ്റത്തിനെ നമ്മൾ HCl പോലെയുള്ള ലൂയിസ് ആസിഡ് വെച്ച് ട്രീറ്റ് ചെയ്യും. പോളി അനലിനകത്തുള്ള ഇമൈൻ നൈട്രജൻ ആറ്റത്തിനെ HCl പോലെയുള്ള ലൂയിസ് ആസിഡ് വെച്ചിട്ട് ട്രീറ്റ് ചെയ്യും. അങ്ങനെ ട്രീറ്റ് ചെയ്യുമ്പം എന്നാ നടക്കും? ഓക്സിഡേഷൻ നടക്കും. സോ എന്താ നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോളി അനലിനകത്തുള്ള ഇമൈൻ നൈട്രജൻ ആറ്റത്തിനെ നമ്മൾ എന്ത് ചെയ്യും? HCl പോലെയുള്ള ലൂയിസ് ആസിഡ് വെച്ച് ട്രീറ്റ് ചെയ്യും. അങ്ങനെ ട്രീറ്റ് ചെയ്യുമ്പം എന്താണ് നടക്കുന്നത്? ഓക്സിഡേഷൻ നടക്കും. ഓക്സിഡേഷൻ നടക്കുക എന്ന് വെച്ചാൽ ഈ ഇമൈൻ നൈട്രജൻ ആറ്റത്തിൽ പോസിറ്റീവ് ചാർജസ് ക്രിയേറ്റ് ആവും. ഇമൈൻ നൈട്രജൻ ആറ്റത്തിൽ പോസിറ്റീവ് ചാർജ് ക്രിയേറ്റ് ആവും. ഈ പോസിറ്റീവ് ചാർജിന് എന്ത് ചെയ്യാൻ സാധിക്കും? നമ്മളുടെ ഈ ചെയിനിനകത്തൂടെ മൂവ് ചെയ്യാൻ സാധിക്കും. ഈ പോസിറ്റീവ് ചാർജസിന് ഇറ്റ് ക്യാൻ മൂവ് അലോങ് ദ ചെയിൻ, അതിന് ചെയിനിനകത്തൂടെ മൂവ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ പോസിറ്റീവ് ചാർജസ് ആണ് ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ സാധ്യമാക്കുന്നത്. അപ്പം ഇങ്ങനെ പോളി അനലിനെ കണ്ടക്റ്റിംഗ് ആക്കുന്ന പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്? പ്രോട്ടോണിക് ഡോപ്പിംഗ് എന്ന് പറയുന്നത്. പ്രോട്ടോണിക് ഡോപ്പിംഗ്. അങ്ങനെ പോളി അനലിന് പ്രോട്ടോണിക് ഡോപ്പിംഗ് ചെയ്തിട്ടാണ് എമറാൾഡൈൻ സോൾട്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. എമറാൾഡൈൻ സോൾട്ട് അറിയപ്പെടുന്ന പേരെന്നാ? സിന്തറ്റിക് മെറ്റൽ എന്നാണ് എമറാൾഡൈൻ സോൾട്ട് അറിയപ്പെടുന്നത്. എമറാൾഡൈൻ സോൾട്ട് അറിയപ്പെടുന്ന പേര് സിന്തറ്റിക് മെറ്റലാണ്. ഇതിൻ്റെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് 10⁻³ സീമെൻസ് പെർ സെൻറ്റിമീറ്റർ ആണെന്ന് കൂടി ഓർത്തിരിക്കുക. സോ നമ്മൾ പറഞ്ഞ എന്തൊക്കെയാ? പോളി അനലിൻ്റെ പ്രോപ്പർട്ടീസ് 3 പറഞ്ഞു. അതായത് എൻവയോൺമെൻറ്റൽ സ്റ്റെബിലിറ്റി ഉണ്ട്, നല്ല ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉണ്ട്, അതുപോലെ പ്രിപ്പറേഷൻ ഈസിയാണ്. പോളി അനലിന് ഡിഫറെൻറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ഉണ്ട്, പക്ഷേ ഇതിൽ കണ്ടക്റ്റ് ചെയ്യുന്നത് എമറാൾഡൈൻ സോൾട്ട് മാത്രമാണ്. പോളി അനലിനെ എങ്ങനെയാണ് എമറാൾഡൈൻ സോൾട്ടാക്കി കൺവേർട്ട് ചെയ്യുന്നത്? അതിന് യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് പ്രോട്ടോണിക് ഡോപ്പിംഗ് എന്ന് പറയുന്നത്. ഈ പ്രോട്ടോണിക് ഡോപ്പിങ്ങിൽ എന്താ ചെയ്യുന്നത്? ഇമൈൻ നൈട്രജൻ ആറ്റത്തിനെ HCl പോലെയുള്ള ഒരു ലൂയിസ് ആസിഡ് വെച്ച് ട്രീറ്റ് ചെയ്യും. അങ്ങനെ ട്രീറ്റ് ചെയ്യുമ്പോൾ ഓക്സിഡേഷൻ നടക്കുകയും പോസിറ്റീവ് ചാർജസ് ഇമൈൻ നൈട്രജൻ ആറ്റത്തിൽ ക്രിയേറ്റ് ആവുകയും ചെയ്യും. ഈ പോസിറ്റീവ് ചാർജസിന് പോളിമറിൻ്റെ ഹോൾ ചെയിൻ ലെങ്തിൽ മൂവ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഈ പോസിറ്റീവ് ചാർജസ് ആണ് ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ സാധ്യമാക്കുന്നത്. എമറാൾഡൈൻ സോൾട്ട് അറിയപ്പെടുന്ന പേരാണ് സിന്തറ്റിക് മെറ്റൽ എന്ന്. ഇതിൻ്റെ കണ്ടക്ടിവിറ്റി എത്രയാണ്? 10⁻³ സീമെൻസ് പെർ സെൻറ്റിമീറ്റർ ആണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് പോളി അനലിൻ്റെ സിന്തസിസ് മെത്തേഡ്സ് ആണ്. പോളി അനലിൻ്റെ സിന്തസിസ് മെത്തേഡ്സ് എന്ന് പറയുമ്പം ആദ്യം പറയുന്നത് അനലിൻ്റെ ഓക്സിഡേറ്റീവ് പോളിമറൈസേഷൻ ആണ്. അനലിൻ എന്ന് പറയുന്നതിൻ്റെ ഓക്സിഡേറ്റീവ് പോളിമറൈസേഷൻ ആണ് പോളി അനലിൻ്റെ സിന്തസിസ് മെത്തേഡ്സിൽ ആദ്യത്തേത്. അനലിൻ്റെ ഓക്സിഡേറ്റീവ് പോളിമറൈസേഷൻ. അപ്പം ഈ അനലിൻ്റെ ഓക്സിഡേറ്റീവ് പോളിമറൈസേഷൻ നടക്കുന്നത് ഒരു സ്യൂട്ടബിൾ ഓക്സിഡൻറ്റിലാണ്. ആ ഓക്സിഡൻറ്റ് എക്സാമ്പിളാണ് അമോണിയം പെറോക്സി ഡൈസൾഫേറ്റ്. അമോണിയം പെറോക്സി ഡൈസൾഫേറ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ സിന്തസിസ് നടക്കുന്നത് ഒരു ആസിഡിക് അക്വസ് മീഡിയത്തിലാണ്. സോ ഓക്സിഡേറ്റീവ് പോളിമറൈസേഷൻ ഓഫ് അനലിനാണ് പോളി അനലിൻ്റെ സിന്തസിസ് മെത്തേഡ് എന്ന് പറയുന്നത്. അതൊരു സ്യൂട്ടബിൾ ഓക്സിഡൻറ്റിൻ്റെ ആയിട്ടാണ് ഈ ഓക്സിഡേറ്റീവ് പോളിമറൈസേഷൻ നടക്കുന്നത്. സ്യൂട്ടബിൾ ഓക്സിഡൻറ്റിൻ്റെ എക്സാമ്പിളാണ് അമോണിയം പെറോക്സി ഡൈസൾഫേറ്റ് എന്ന് പറയുന്നത്.
അപ്പം സിന്തസിസ് നടക്കുന്നത് അസിഡിക് അക്വസ് മീഡിയത്തിലാണ്. ഓർത്ത് വയ്ക്കുക, സിന്തസിസ് നടക്കുന്നത് അസിഡിക് അക്വസ് മീഡിയത്തിലാണ്. ഈ ഓക്സിഡേഷൻ ഓഫ് അനിലിൻ എന്ന് പറയുന്നത് ഓക്സിഡേറ്റീവ് പോളിമറൈസേഷൻ ആണ്. ഓക്സിഡേറ്റീവ് പോളിമറൈസേഷൻ ഓഫ് അനിലിൻ എന്ന് പറയുന്നത് എക്സോതെർമിക് റിയാക്ഷൻ ആണ്. അനിലിൻ്റെ ഓക്സിഡേറ്റീവ് പോളിമറൈസേഷൻ എക്സോതെർമിക് റിയാക്ഷൻ ആണ്. അങ്ങനെ പോളി അനിലിൻ ഉണ്ടാവും. പോളി അനിലിൻ എന്ന് പറയുന്നത് അൺഡോപ്ഡ് സ്റ്റേറ്റിൽ ഒരു സെമി കണ്ടക്ടറാണ്. പോളി അനിലിൻ എന്ന് പറയുന്നത് ഡോപ്പ് ചെയ്യാത്തിടത്തോളം അൺഡോപ്ഡ് സ്റ്റേറ്റിൽ അതൊരു സെമി കണ്ടക്ടറാണ്. ഈ ഓക്സിഡേറ്റീവ് പോളിമറൈസേഷൻ റിയാക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ പെറോക്സി ഡൈസൾഫേറ്റും അനിലിനും തമ്മിലുള്ള സ്റ്റോഷിയോമെട്രിക് റേഷ്യോ എത്രയായിരിക്കണം? പെറോക്സി ഡൈസൾഫേറ്റും അനിലിനും തമ്മിലുള്ള സ്റ്റോഷിയോമെട്രിക് റേഷ്യോ 1:1.25 ആയിരിക്കണം. അതുകൂടി ഓർത്ത് വയ്ക്കുക. ഈ റിയാക്ഷൻ നടക്കുന്നത് ഒരു അസിഡിക് അക്വസ് മീഡിയത്തിലാണ്. അതായത് ഓക്സിഡേറ്റീവ് പോളിമറൈസേഷൻ നടക്കുന്നത് അസിഡിക് അക്വസ് മീഡിയത്തിലാണ്. ഈ റിയാക്ഷൻ എന്ന് പറയുന്നത് എക്സോതെർമിക് റിയാക്ഷൻ ആണെന്നൂടെ ഓർത്ത് വയ്ക്കുക. അതുപോലെ പോളി അനലിൻ എന്ന് പറയുന്നത് ഒരു സെമി കണ്ടക്ടറാണ്. ഡോപ്പ് ചെയ്യുന്നതിന് മുമ്പ് അതൊരു സെമി കണ്ടക്ടറാണ്. അപ്പം അനിലിൻ്റെ പോളിമറൈസേഷൻ വഴിയാണ് പോളി അനലിൻ ഉണ്ടാക്കുന്നത്. ഓക്സിഡേറ്റീവ് പോളിമറൈസേഷനാണ് റിയാക്ഷൻ. അവിടെ യൂസ് ചെയ്യുന്ന ഓക്സിഡൻ്റ് ഏതാ? അമോണിയം പെറോക്സി ഡൈസൾഫേറ്റ് ആണ്. ഈ പെറോക്സി ഡൈസൾഫേറ്റും അനിലിനും തമ്മിലുള്ള സ്റ്റോഷിയോമെട്രിക് റേഷ്യോ ഓർത്തിരിക്കുക. 1:1.25 ആണ്. ഏറ്റവും നന്നായിട്ട് ഈ പ്രോസസ്സ് നടക്കണമെങ്കിൽ വേണ്ട സ്റ്റോഷിയോമെട്രിക് റേഷ്യോ 1:1.25 ആണ്. അപ്പോൾ പെറോക്സി ഡൈസൾഫേറ്റും അനിലിനും തമ്മിലുള്ള സ്റ്റോഷിയോമെട്രിക് റേഷ്യോ 1:1.25 ആണ്. രണ്ടാമത്തെ സിന്തസിസ് മെത്തേഡ് എന്ന് പറയുന്നത് ഇലക്ട്രോ കെമിക്കൽ ഓക്സിഡേഷൻ മെത്തേഡാണ്. രണ്ടാമത്തെ സിന്തസിസ് മെത്തേഡ് ഏതാ? ഇലക്ട്രോ കെമിക്കൽ ഓക്സിഡേഷൻ മെത്തേഡാണ്. ഇനി നമുക്ക് പോളി അനലിൻ്റെ പ്രോപ്പർട്ടീസ് ഒന്ന് നോക്കാം. പോളി അനലിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തത് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. പോളി അനലിന് അത്യാവശ്യം നല്ല ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉണ്ട്. അതുപോലെ pH ചേഞ്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. നമ്മൾ തന്നെ പറഞ്ഞു പോളി അനലിന് ഡിഫറെൻറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്സിൽ എക്സിസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പം pH ചേഞ്ച് പ്രോപ്പർട്ടീസ് കാണിക്കുന്നുണ്ട്. പോളി അനലിന് നല്ല ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉണ്ട്, pH ചേഞ്ച് പ്രോപ്പർട്ടീസ് കാണിക്കുന്നുണ്ട്. അതുപോലെ ലോ എക്സ്പെൻഡിച്ചറാണ്, എക്സ്പെൻഡിച്ചർ കുറവാണ്, ലോ എക്സ്പെൻഡിച്ചറാണ്. സിന്തസിസ് മെത്തേഡ്സ് സിമ്പിളാണ്. എൻവയോൺമെൻറ്റൽ സ്റ്റെബിലിറ്റി ഉണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം, ഇതിന് എൻവയോൺമെൻറ്റൽ സ്റ്റെബിലിറ്റി ഉണ്ട്. പിന്നെ എബിലിറ്റി ടു ബി ഡോപ്ഡ് ബൈ പ്രോട്ടോൺ ആസിഡ്സ്, പ്രോട്ടോണിക് ആസിഡ്സ് വെച്ച് ഇതിനെ ഡോപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ പോളി അനലിൻ്റെ പ്രോപ്പർട്ടീസ് നല്ല ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉണ്ട്, pH ചേഞ്ച് പ്രോപ്പർട്ടീസ് കാണിക്കുന്നുണ്ട്, എക്സ്പെൻഡിച്ചർ കുറവാണ്, സിന്തസിസ് മെത്തേഡ്സ് സിമ്പിളാണ്, എൻവയോൺമെൻറ്റൽ സ്റ്റെബിലിറ്റി ഉണ്ട്. അതുപോലെ പ്രോട്ടോൺ ആസിഡ്സ് വെച്ചിട്ട് നമുക്കിതിനെ ഡോപ്പ് ചെയ്യാൻ സാധിക്കും. ഇനി ആപ്ലിക്കേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ പോളി അനലിൻ എന്ന് പറയുന്നത് ഒരു നല്ല കണ്ടക്ടറാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ഒരു സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയുടെ ഡിസ്ചാർജിന് എഗൻസ്റ്റ് ഒരു ഐഡിയൽ ഷീൽഡായിട്ട് നിൽക്കാൻ പറ്റും. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഡിസ്ചാർജ് നടക്കുന്നിടത്ത് ഐഡിയൽ ഷീൽഡായിട്ട് നിൽക്കാൻ പറ്റും. അതുകൊണ്ട് ഇലക്ട്രോണിക് പ്രോഡക്ട്സിൻ്റെ പാക്കേജിങ്ങിലാണ് ഇതിന് ആപ്ലിക്കേഷൻ. അപ്പം പോളി അനലിൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ പറയുമ്പം പോളി അനലിനൊരു നല്ല കണ്ടക്ടർ ആയതുകൊണ്ട് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഡിസ്ചാർജ് നടക്കുമ്പം ഐഡിയൽ ഷീൽഡായിട്ട് നിൽക്കാൻ പറ്റും. അതുകൊണ്ട് ഇലക്ട്രോണിക് പ്രോഡക്ട്സിൻ്റെ പാക്കേജിങ്ങിന് നമ്മൾ പോളി അനലിൻ യൂസ് ചെയ്യും. അതുപോലെ സെൻസേഴ്സ് ആൻഡ് ബയോസെൻസേഴ്സിൽ യൂസ് ചെയ്യും. മെയിനായിട്ടുള്ള രണ്ട് ആപ്ലിക്കേഷൻ സെൻസേഴ്സിലുള്ള ആപ്ലിക്കേഷൻ ഗ്ലൂക്കോസ് സെൻസിങ്, മെഡിക്കൽ ആപ്ലിക്കേഷൻസിൽ ഗ്ലൂക്കോസ് സെൻസിങ്ങിന് യൂസ് ചെയ്യും. മെഡിക്കൽ ആപ്ലിക്കേഷൻസിൽ ഗ്ലൂക്കോസ് സെൻസിങ്. അതുപോലെ എൻവയോൺമെൻറ്റ് ആൻഡ് ഫുഡ് സേഫ്റ്റി ആപ്ലിക്കേഷൻസിൽ അമൈൻ സെൻസിങ്ങിനും യൂസ് ചെയ്യും. എൻവയോൺമെൻറ്റൽ ആൻഡ് ഫുഡ് സേഫ്റ്റി ആപ്ലിക്കേഷൻസിൽ അമൈൻ സെൻസിങ്. പിന്നെ നമ്മൾ പറയുന്നത് ആൻറ്റി കൊറോഷൻ, ആൻറ്റി സ്റ്റാറ്റിക് ആൻഡ് റേഡിയോ ഫ്രീക്വൻസി ഷീൽഡിംഗ് എബിലിറ്റി. അതായത് ഇത് വെച്ചുള്ള കോട്ടിങ്ങിന് ആൻറ്റി കൊറോഷൻ പ്രോപ്പർട്ടി ഉണ്ട്, ആൻറ്റി സ്റ്റാറ്റിക് പ്രോപ്പർട്ടി ഉണ്ട്, റേഡിയോ ഫ്രീക്വൻസി ഷീൽഡിംഗ് എബിലിറ്റീസും ഉണ്ട്. പിന്നെ പോളി അനലിൻ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബാറ്ററി, കപ്പാസിറ്റർ, ട്രാൻസിസ്റ്റർ, OLED ഇതിൻ്റെയൊക്കെ മാനുഫാക്ചറിങ്ങിലാണ്. ബാറ്ററി, കപ്പാസിറ്റർ, OLED, ട്രാൻസിസ്റ്റർ ഇതിൻ്റെയൊക്കെ മാനുഫാക്ചറിങ്ങിൽ പോളി അനലിൻ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ മെഡിക്കൽ ഡിവൈസസിൽ കണ്ടക്റ്റീവ് കോട്ടിംഗ് ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. മെഡിക്കൽ ഡിവൈസസിൽ കണ്ടക്റ്റീവ് കോട്ടിംഗ് ആയിട്ടും പോളി അനലിൻ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇത്രയും കൊണ്ട് നമ്മുടെ പോളിമേഴ്സിൻ്റെ സെക്ഷൻ കഴിയുവാണ്. താങ്ക് യു.